ഫെബ്രുവരി 26 ഇന്ന് സവർക്കർ സ്മൃതി ദിനമാണ്. ഒരു കൂട്ടം ജനത സവർക്കറിന് പ്രതികൂലമായി നിൽക്കുമ്പോൾ മുൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ കറിയപ്പെ പോലുള്ള രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുന്ന വ്യക്തി സവർക്കറിനെ പറ്റി അനുകൂലമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് എന്നാണ് കേൾക്കുന്നത്. സർ, അതിന്റെ വാസ്തവം എന്താണ്? ഫീൽഡ് മാർഷൽ ജനറൽ KM കരിയപ്പ 1962 സംഘർഷത്തിന് ശേഷം, ചൈന പാക് സംഘർഷത്തിന് ശേഷം നടത്തിയൊരു പ്രസ്താവനയാണ് ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ജനറൽ കരിയപ്പയുടെ, ഫീൽഡ് മാർഷൽ കരിയപ്പയുടെ വാക്കുകളാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഹാഡ് ദ നേഷൻ listened to Savarkar and adopted his militarization policy and prepared itself, it would not have been placed in such a predicament. അതായത് രാഷ്ട്രം സവർക്കറുടെ സൈനികവൽക്കരണത്തിന്റെ പദ്ധതി സ്വീകരിക്കുകയും അതിനനുസരിച്ച് തയ്യാറെടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഭാരതത്തിന് ഇന്നെത്തിച്ചേർന്ന ഈ സന്നിഗ്ധാവസ്ഥയിൽ എത്തേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്ന് ജനറൽ കരിയപ്പ പറഞ്ഞു എന്ന് പറയുമ്പം ഭാരതവുമായി ബന്ധപ്പെട്ട ഭാരതത്തിന്റെ ചരിത്രവും അദ്ദേഹം ജീവിച്ച കാലത്തെ വർത്തമാനവും നാം കാണുന്ന ഭാവി കാലവും എല്ലാം കൃത്യമായും അളന്നു മുറിച്ചു മനസ്സിലാക്കി വളരെ ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ഭാരതം ഒരു രാഷ്ട്രമെന്ന നിലയിൽ സ്വാതന്ത്ര്യാനന്തരം എങ്ങനെ പുനഃസൃഷ്ടിക്കണം എന്ന കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സവർക്കർ എന്നുള്ളത് വ്യക്തമാകുന്നത്. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ സ്മൃതി ദിനത്തിൽ ഫെബ്രുവരി 26 ഭാരതത്തിലെ സകല ജനതയും ഒന്നായി നിന്ന് ആ വീരഭാരതപുത്രന്റെ സ്മരണയ്ക്ക് മുമ്പിൽ കൂപ്പുകൈകൾ അർപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് പറയേണ്ടി വരുന്നത്. അവിടെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ സവർക്കറെ വളഞ്ഞിട്ടാക്രമിക്കാൻ വഴിയെല്ലാം തേടുന്ന ജനങ്ങളുണ്ട്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സവർക്കറുടെ ജീവിതത്തിന്റെ പ്രതിബദ്ധത ഭാരതത്തിന്റെ സംരക്ഷണമായിരുന്നു, ഭാരതത്തിന്റെ ഭദ്രതയായിരുന്നു, ഭാരതത്തിന്റെ ശക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ വിമർശിക്കുന്നവര് ഞാൻ പറയുന്ന 3 കൂട്ടരുടെ, ഒന്ന് ചൈന, ഭാരതത്തിന്റെ താല്പര്യത്തെക്കാൾ ചൈനയുടെ താല്പര്യം മുന്നിൽ കാണുന്നവര്, ഭാരതത്തിന്റെ താല്പര്യത്തെക്കാൾ പാകിസ്ഥാന്റെ താല്പര്യം മുന്നിൽ കാണുന്നവര്, ഭാരതത്തിന്റെ താല്പര്യത്തിനുപരി പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ കാണുന്ന 3 കൂട്ടർ. അവരോടൊപ്പം ഭാരതം, ജനാധിപത്യ ഭാരതം സവർക്കറേയും ഭാരതീയ ദേശീയതയും സ്വീകരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കുടുംബാധിപത്യം നഷ്ടപ്പെടുന്നതിൽ ഭയപ്പെടുന്ന നെഹ്റു, ഗണ്ഡി കുടുംബവും ഈ 3 കൂട്ടർക്കാൾ വിരോധമുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കണം. എന്തുകൊണ്ടാണ് കരിയപ്പ എങ്ങനെ പറഞ്ഞതെന്ന് ഓർക്കണം. 1930-കളിൽ തന്നെ ഒരുപക്ഷെ സ്വാതന്ത്ര്യം നേടുന്നതിന്റെ മാർഗമായിട്ട് പോലും മിലിറ്ററൈസ് ഹിന്ദു, മിലിറ്ററൈസ് ഇന്ത്യ എന്ന് ആവേശകരമായി ജനങ്ങളോട് ആവശ്യപ്പെട്ട വ്യക്തിയാണ് സവർക്കർ. കാരണം ഉണ്ടായിരുന്നു. ഭാരതം 2ാം ലോകയുദ്ധത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പം ഭാരതത്തിന്റെ സൈനിക ശക്തി, അതായത് ബ്രിട്ടീഷ് പട്ടാളമാണെങ്കിൽ പോലും അതിലെ ഭാരതത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത്, വിശദമായിട്ട് പറയാൻ സമയമില്ലെങ്കിലും വർദ്ധിപ്പിക്കുന്നത്, ഒരു ഘട്ടത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ INA ജപ്പാന്റെ സഹായത്തോടുകൂടി കടന്നു വരുമ്പം അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സ്വാഭാവികമായും ഭാരതത്തിനുള്ളിലുള്ള ഇംഗ്ലീഷുകാരന്റെ തോക്കും ഇംഗ്ലീഷുകാരന്റെ പരിശീലനവും സിദ്ധിച്ചെങ്കിലും
അവരോടുള്ള വിജയെ കാറ്റിൽ പറത്തിയിട്ട് ഭാരതത്തോടുള്ള പ്രതിബദ്ധത വീണ്ടെടുക്കുന്ന ഒരു ഭാരതീയ സൈനിക സമൂഹം ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഉള്ളിലുള്ളതാണെങ്കിൽ പോലും അത് സുഭാഷ് ചന്ദ്രബോസിന്റെ INA ചേർന്നാൽ ഉണ്ടാകാനിടയുള്ള സാഹചര്യമാണ് സവർക്കർ മുന്നിൽ കണ്ടത്. അതേ സമയത്ത് തന്നെയാണ് നെഹ്റു പറഞ്ഞത്, അങ്ങനെ സുഭാഷ് ചന്ദ്രബോസിന്റെ പട ഭാരതത്തിന്റെ അതിർത്തി കടന്നാൽ അവർക്കെതിരെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനും INAയ്ക്കും എതിരെ പോരാടാൻ വേണ്ടി ഞാൻ തോക്കെടുത്ത് മുമ്പിച്ചെന്ന് ചെല്ലുമെന്നാണ് അന്ന് നെഹ്റു പറഞ്ഞത്. അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം പിന്നീട് സ്വതന്ത്ര ഭാരതത്തിന്റെ സൈനികവൽക്കരണത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി കേൾക്കുക. അദ്ദേഹം വളരെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് കോട്ട് ചെയ്യാൻ എൻ്റെ ഡോക്യുമെന്റ്സ് ഉണ്ട്, പക്ഷെ ഞാൻ കാര്യം പറഞ്ഞു പോവുകയാണ്, ഇപ്പം സമയക്കുറവുണ്ട്. അദ്ദേഹം പറഞ്ഞത് ചൈനയാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ഭാരതത്തിനെതിരെ എടുക്കുന്ന ഓരോ നടപടികൾക്കും ഓരോ അക്രമങ്ങൾക്കും അതിനു പറ്റിയ മറുപടി കൊടുക്കാൻ വേണ്ടി ഭാരതം സജ്ജമാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. 1954 അതായത് ചൈന ഭാരതത്തെ ആക്രമിക്കുന്നതിന് 8 വർഷം മുമ്പ് സവർക്കർ മുന്നറിയിപ്പ് കൊടുത്തു ഭാരത സർക്കാരിന്. ഈ രീതിയിൽ പോയാൽ ചൈനയുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന വീക്ക് നീഡഡ് അപ്രോച്ചുമായിട്ട് പോയി കഴിഞ്ഞാൽ ചൈന സന്ദർഭം നോക്കി ഭാരതത്തെ കടന്നാക്രമിക്കാൻ സാധ്യതയുണ്ട്. ടിബറ്റിൽ അധിനിവേശം നടത്തി ചൈനയ്ക്ക് അടുത്ത ലക്ഷ്യം ഭാരതമാകാതെ മുന്നറിയിപ്പ് കൊടുത്തു. ആ മുന്നറിയിപ്പിനെ അവഗണിച്ച് ഭാരതത്തിന്റെ സൈനിക ശക്തിയെ വേണ്ടതുപോലെ സമാഹരിക്കുന്നതിനും വിദേശ ബന്ധങ്ങളിലും നയതന്ത്രങ്ങളിലും വേണ്ട മുൻകരുതൽ എടുക്കാതിരുന്നുകൊണ്ടാണ് അങ്ങനെ ഒരു പരാജയം ചൈനയുടെ മുമ്പിൽ ഭാരതത്തിന് ഉണ്ടാവേണ്ടി വന്നത്. എന്താ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇതൊന്നും അധികം ആർക്കും അറിയില്ല. ഗൂഗിൾ ആണെങ്കിൽ തെറ്റായ എല്ലാ വിവരങ്ങളുമാണ് വിവരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഗാന്ധി വധത്തെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയിട്ട് ഇപ്പൊ പുതിയ തലമുറയ്ക്ക് സവർക്കറിന്റെ ഗാന്ധി വധത്തിലുള്ള പങ്ക് എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ? അത് ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ നൽകിയ ഉത്തരവാണ്. വിചാരണ നടക്കുന്നതിനിടയിൽ 1948 ഗാന്ധി വധ കേസിന്റെ വിചാരണ നടക്കുമ്പം ഡോക്ടർ അംബേദ്കർ അദ്ദേഹം മുൻകൈയെടുത്ത LP ബൊബത്കർ എന്ന് പറഞ്ഞ സവർക്കർജിയുടെ അഭിഭാഷകനെ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ വിളിച്ചത് തന്നെ അംബേദ്കർജിയാണ് വിളിക്കുന്നത്. ഡോക്ടർ അംബേദ്കർ LP ബൊബത്കറോട് ഡൽഹി മഥുര റോഡിൽ എത്താൻ ആവശ്യപ്പെടുന്നു. 23-ാം മൈലിൽ അവിടെ എത്തിക്കഴിഞ്ഞ് സ്വകാര്യ സംഭാഷണത്തിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അംബേദ്കർ പറയുന്നു, സവർക്കറെ ആ കേസിൽ പെടുത്തിയത് ജവഹർലാൽ നെഹ്റുവിന്റെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയാണ്. സവർക്കർ ഒരു കാരണവശാലും അക്കാര്യത്തിൽ തെറ്റുകാരനല്ലെന്നും അങ്ങയുടെ കക്ഷി അതായത് സവർക്കറുടെ നിരപരാധിത്വം സ്ഥാപിക്കാൻ കഴിയുമെന്നും ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ പറഞ്ഞതിന് ചരിത്ര രേഖകളുള്ളപ്പം, വാട്സപ്പ് അല്ല, ചരിത്ര രേഖകളുള്ളപ്പം വേറെ ആരുടെ സാക്ഷ്യപത്രമാണ് വേണ്ടത്? കാരണം അന്ന് അംബേദ്കർ നിയമമന്ത്രിയായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയ കാര്യത്തിലേക്ക് വരുമ്പം അങ്ങനെ ഭാരതത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച സൈനിക ശക്തി സമാഹരണത്തെ കുറിച്ച് കൃത്യമായ ധാരണ, അതിന് കാരണമുണ്ടായിരുന്നു. കാരണം 30കളുടെയൊക്കെ അവസാനം വരുമ്പോഴേക്ക് പാകിസ്ഥാൻ വിഭജനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ സാഹചര്യത്തിൽ സൈന്യം 2ആയിട്ട് വിഭജിക്കേണ്ട ഘട്ടം വന്നു കഴിയുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തായിരിക്കും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും, പ്രധാനമായും മേലുദ്യോഗസ്ഥന്മാരും
വരുന്നത് എന്നുള്ളത് കൊണ്ട് ഭാരതത്തിന്റെ പൊസിഷൻ വീക്കാകും എന്ന് കരുതിയാണ് സവർക്കർ അന്ന് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ആ തരത്തിൽ ചിന്തിക്കുമ്പം സവർക്കറുടെ ശ്രദ്ധ സ്വാതന്ത്ര്യത്തിനുള്ള സമരത്തിലും അത് കഴിഞ്ഞുള്ള ഘട്ടത്തിലും എത്ര പ്രധാനമായെന്ന് കണക്കാക്കേണ്ടി വരും. നമുക്ക് സമയക്കുറവ് കൊണ്ട് മാത്രം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കാം. അത് മറ്റൊന്നുമില്ല. അതെ, പറയൂ സർ. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പിന്നെ അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് വേറൊന്നുമില്ല, സവർക്കറെ കുറിച്ച് പലരും പറഞ്ഞുണ്ടെങ്കിലും സവർക്കറുടെ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവന നടത്തിയത് അടൽ ബിഹാരി വാജ്പേയിയാണ്. മുൻ പ്രധാനമന്ത്രി വാജ്പേയി സവർക്കറെ കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ ഒന്ന് ആവർത്തിച്ചിട്ട് ആ ബഹുമുഖ പ്രതിഭയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് നമുക്ക് തയ്യാറാകും എന്ന് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അടൽജിയുടെ വാക്കുകളാണ്. സവർക്കർ മാനെ തേജ്, സവർക്കർ മാനെ ത്യാഗ്, സവർക്കർ മാനെ തർക്ക്, സവർക്കർ മാനെ താരുണ്യ, സവർക്കർ മാനെ തീർ, സവർക്കർ മാനെ തൽവാർ, സവർക്കർ മാനെ തിൽമിലാഹട്ട്, സവർക്കർ മാനെ തിദിക്ഷ, സവർക്കർ മാനെ തീകാപ്പൻ, കൈസെ ബഹുരംഗ വ്യക്തിത്വം. അതിന് മലയാളം പറയാം, മലയാളികളെ കേൾക്കുന്നത്. അതെ, സവർക്കർ എന്നാൽ തേജസ്സാണ്, സവർക്കർ എന്നാൽ ത്യാഗമാണ്, സവർക്കർ എന്നാൽ തപസ്സാണ്, സവർക്കർ എന്നാൽ തത്വസാരമാണ്, സവർക്കർ എന്നാൽ തർക്കശേഷിയാണ്, സവർക്കർ എന്നാൽ താരുണ്യമാണ്, സവർക്കർ എന്നാൽ അസ്ത്രമാണ്, സവർക്കർ എന്നാൽ ഖഡ്ഗമാണ്, സവർക്കർ എന്നാൽ തീഷ്ണ ദീപ്തിയാണ്, സവർക്കർ എന്നാൽ തീഷ്ണതയാണ്. എന്തൊരു ബഹുമുഖ വ്യക്തിത്വം! ആ വ്യക്തിത്വത്തിന് മുമ്പില് ഭാരതത്തിന്റെ ജനത ആ വ്യക്തിത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഭാരതത്തിന്റെ സ്വത്ത തനിമയെ കണ്ടെത്താൻ ശ്രമിക്കുകയും ഭാരതീയ ദേശീയതയുടെ ശാക്തീകരണത്തിന് അതിനെ പ്രയോജനപ്പെടുത്താൻ നോക്കുകയുമാണ് ഈ ഘട്ടത്തിൽ. കാരണം കാറൽ മാർക്സും ഒരു പരിധിവരെ മഹാത്മാഗാന്ധിയും ഉയർത്തിയ കാഴ്ചപ്പാടുകളെ ലോകം തിരസ്കരിച്ചു എന്ന് തന്നെ പറയാം. കമ്മ്യൂണിസത്തെ ലോകം അങ്ങനെ കടലിലെറിഞ്ഞു കഴിഞ്ഞെങ്കിൽ ചൈനയ്ക്കും നോർത്ത് കൊറിയയ്ക്കും പോലും ഇന്ന് വേണ്ട. പേരിന് കേരളത്തിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ഉണ്ടെന്നും അത് പേരിന് മാത്രം, വർഗീയവാദികളാണ് അവര്. അതവിടെ നിൽക്കട്ടെ. ഗാന്ധിജിയുടെ കാര്യത്തിലാണെങ്കിൽ ഗാന്ധിജിയുടെ പേര് സ്വീകരിച്ച് കപളഗാന്ധിമാരുണ്ട്. ഗാന്ധിയുടെ ചിന്താഗതിയോ തത്വസംഹിതയോ ഗാന്ധിയുടെ ആചരണ രീതികളോ അവർക്കാർക്കും വേണ്ട. അപ്പൊ കാറൽ മാർക്സും ഗാന്ധിയും അപ്രസക്തനായി. പക്ഷെ സവർക്കറുടെ ചിന്തകൾ, സവർക്കറുടെ വ്യക്തിത്വം കാലം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരും, ആരെല്ലാം തമസ്കരിക്കാൻ ശ്രമിച്ചാലും. അതുകൊണ്ട് സവർക്കറുടെ സ്മരണയ്ക്ക് മുമ്പിൽ വീണ്ടും ആദരാഞ്ജലികൾ.